ഹലോ. നമ്മുടെ നാട്ടിലെ പിള്ളേരുടെയൊക്കെ അവസ്ഥ ഹൂ, വളരെ ഭയാനകരവും സങ്കടജനകവുമായിട്ടുള്ള അവസ്ഥയാണ്. എന്ത് പറയണമെന്ന് അറിയത്തില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് മാറുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. അതിൻ്റെ കൂടെ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരിപ്പം ഇഷ്ടംപോലെ ആൾക്കാരെ പിടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നാൾ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ സുലഭമായിട്ട് സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ള ആൾക്കാരാണ്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കിത് കിട്ടാതാകുമ്പോഴത്തേക്കിനുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. അതിന് കാണിച്ചു തുടങ്ങും. കൂടുതൽ അക്രമാസക്തമാവും ആൾക്കാർ, പിള്ളേർ. അപ്പം ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് എത്രയും പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ റെഡിയാക്കി വെക്കണം. ആൾക്കാരെ എന്തുമാത്രം പിള്ളേരുണ്ടാവും, എന്തുമാത്രം ആൾക്കാരുണ്ടാവും എന്ന് നമുക്കറിയില്ല. അവരെയൊക്കെ സജ്ജമാക്കാൻ വേണ്ടി, അവരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി, ഇതൊരു അസുഖമായിട്ട് കണ്ട് അവരെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടുകളിൽ നമ്മുടെ പൊന്നമ്മന മക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, ആരും ആയിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ആണായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ വീടുകളിലുള്ള കുട്ടികൾ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ, റൂമിൽ നിന്ന് പുറത്തു വരാതെ റൂമിൽ തന്നെ അടച്ചിരിക്കുകയാണ്, ആരോടും മിണ്ടുന്നില്ല, മിണ്ടാതെയൊക്കെ നടക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങുന്നുണ്ട്, ഫുൾ ടൈം ഉറക്കമാണ്, അല്ലെങ്കിൽ വയലൻ്റ് ആകുന്നുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ. അപ്പോൾ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, അവർക്കൊരു അസുഖം ഉണ്ടായിട്ടുണ്ട്. ആ അസുഖം ട്രീറ്റ് ചെയ്താണ് മാറ്റേണ്ടത്. അതിന് വീട്ടിലുള്ള അച്ഛനോ അമ്മയോ വിചാരിച്ച്, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ വിചാരിച്ചാൽ നടക്കത്തില്ലായിരിക്കാം. ഓക്കെ, അവരെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, എത്ര സ്നേഹം ഉണ്ടെങ്കിലും നാട്ടുകാരെ അറിയുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടോ, മാനക്കേടാവെന്ന് വിചാരിച്ച് പേടിച്ചിട്ടോ കാര്യമില്ല. നമുക്ക് അവരെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം അല്ലെന്നുണ്ടെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസുകാരോട് തന്നെ പറയുക, വിളിച്ച് പറയുക, അവരെ പോലീസുകാർക്ക് കൈമാറുക. അവരെ കൊണ്ടുപോയി വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം. അവരെ പതുക്കെ പതുക്കെ ആണെങ്കിൽ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. നമുക്കവരെ അങ്ങനെ കളയാൻ പറ്റത്തില്ല. ഓക്കെ.